മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിലെ അതികായനും ഉപമുഖ്യമന്ത്രിയുമായിരുന്ന അജിത് പവാറിന്റെ വിയോഗം ഒരു വലിയ യുഗത്തിന്റെ അന്ത്യമായാണ് അടയാളപ്പെടുത്തുന്നത്. 2026 ജനുവരി 28-ന് ബാരാമതിക്ക് സമീപമുണ്ടായ വിമാനാപകടത്തിൽ അദ്ദേഹം വിടവാങ്ങുമ്പോൾ മഹാരാഷ്ട്രയ്ക്ക് നഷ്ടമായത് തന്ത്രശാലിയായ ഒരു ഭരണാധികാരിയെയാണ്. മുംബൈയിൽ നിന്ന് തന്റെ തട്ടകമായ ബാരാമതിയിലേക്ക് വരികയായിരുന്ന ലിയർജെറ്റ് വിമാനം മോശം കാലാവസ്ഥയെ തുടർന്ന് തകർന്നു വീഴുകയായിരുന്നു. അജിത് പവാറിനൊപ്പം 2 പൈലറ്റുമാരും സുരക്ഷാ ഉദ്യോഗസ്ഥരും ഈ അപകടത്തിൽ മരിച്ചു എന്ന വാർത്ത രാജ്യം ഞെട്ടലോടെയാണ് കേട്ടത്. അജിത് അനന്തരാവു പവാർ എന്ന അജിത് ദാദയുടെ രാഷ്ട്രീയ ജീവിതം നാടകീയതകൾ നിറഞ്ഞതായിരുന്നു. 1982-ൽ സഹകരണ മേഖലയിലൂടെ പ്രവർത്തനം തുടങ്ങിയ അദ്ദേഹം അമ്മാവൻ ശരത് പവാറിന്റെ നിഴലിൽ നിന്ന് മാറി സ്വന്തം വ്യക്തിമുദ്ര പതിപ്പിച്ചു. ബാരാമതിയിൽ നിന്ന് 8 തവണ നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹം ഒരിക്കൽ പോലും തോൽവി അറിഞ്ഞിട്ടില്ല. മഹാരാഷ്ട്രയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ തവണ ഉപമുഖ്യമന്ത്രി പദവി അലങ്കരിച്ച റെക്കോർഡും അദ്ദേഹത്തിനുള്ളതാണ്. ധനമന്ത്രി എന്ന നിലയിൽ ബജറ്റ് അവതരിപ്പിക്കുമ്പോഴും ഭരണനിർവഹണത്തിലും അദ്ദേഹം പുലർത്തിയ കൃത്യനിഷ്ഠയും വേഗതയും ഉദ്യോഗസ്ഥർക്കിടയിൽ പോലും പ്രശസ്തമായിരുന്നു. 2019-ൽ പുലർച്ചെ നടത്തിയ സത്യപ്രതിജ്ഞയും പിന്നീട് 2023-ൽ NCP പിളർത്തി ഭരണപക്ഷത്തേക്ക് ചേക്കേറിയതും ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ ചർച്ചാവിഷയങ്ങളായിരുന്നു. ശരത് പവാറിനെ വെല്ലുവിളിച്ച് പാർട്ടി ചിഹ്നവും പേരും സ്വന്തമാക്കിയ അദ്ദേഹം തന്റെ രാഷ്ട്രീയ കരുത്ത് തെളിയിച്ചു. പുലർച്ചെ 6 മണിക്ക് ജോലി ആരംഭിക്കുന്ന അദ്ദേഹത്തിന്റെ രീതിയും വികസന കാര്യങ്ങളിലെ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനവും എന്നും ഓർമ്മിക്കപ്പെടും. വിടവാങ്ങുന്നതിന് തൊട്ടു മുൻപുവരെ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ആഗ്രഹം പ്രകടിപ്പിച്ച ആ വലിയ നേതാവിന്റെ വേർപാടിൽ രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ അഗാധമായ ദുഃഖം